കേരളത്തിൻ്റെ ചരിത്രം വളരെ വ്യത്യസ്തവും കൗതുകകരവുമായ പല സംഭവങ്ങളാലും സമ്പന്നമാണ്. ഒട്ടനവധി വിദേശ ശക്തികളുടെ വാഴ്വിനും വീഴ്ചയ്ക്കുമിടയായ മണ്ണാണ് നമ്മുടേത്. ഇങ്ങനെ നടന്ന പടയോട്ടങ്ങളുടെ ചരിത്രത്തിൽ രക്തരൂക്ഷിതമായ അധ്യായങ്ങൾക്ക് കാരണമായ, ചിലപ്പോൾ സാക്ഷിയായ നിരവധി കൊട്ടാരങ്ങളും സൗധങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. പോർച്ചുഗീസുകാർ പണിത ഡച്ച് കൊട്ടാരത്തിൻ്റെ കഥയാണ് ഇന്നത്തെ ബാക്ക് സ്റ്റോറിയിൽ. കൊച്ചിയിലെ മട്ടാഞ്ചേരി പ്രദേശം പഴയ കാലങ്ങളിൽ തന്നെ വ്യാപാരത്തിൻ്റെയും സംസ്കാരങ്ങളുടെ സംഗമത്തിൻ്റെയും കേന്ദ്രമായിരുന്നു. അറബികളും ചൈനക്കാരും പിന്നീട് യൂറോപ്യന്മാരും ഇവിടെ എത്തി വ്യാപാരം നടത്തി. 1498 വാസ്കോ ദ ഗാമ കാപ്പാട് തീരത്ത് കപ്പലിറങ്ങിയതോടെ ഇന്ത്യയുടെ സമുദ്ര വ്യാപാര ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം ആരംഭിച്ചു. സമുദ്രമാർഗം കേരളത്തിലെ കോഴിക്കോട് എത്തിയ ഗാമയ്ക്ക് നല്ലൊരു സ്വീകരണമല്ലായിരുന്നു ലഭിച്ചത്. അറബികളുമായി ശക്തമായ വ്യാപാരബന്ധമുണ്ടായിരുന്ന കോഴിക്കോട് ഭരണാധികാരിയായിരുന്ന സാമൂതിരി പുതിയ വിദേശ ശക്തികളുമായി വ്യാപാരത്തിലേർപ്പെടുന്നതിൽ അത്ര താല്പര്യം കാണിച്ചില്ല. എന്നാൽ സാമൂതിരിയുമായി അത്ര രസത്തിലല്ലായിരുന്ന കൊച്ചി രാജാവിൻ്റെ നിലപാട് ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. അവർ പോർച്ചുഗീസുകാരെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. എങ്കിലും ചില പ്രശ്നങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിരുന്നു. പ്രധാനമായും പോർച്ചുഗീസുകാരുടെ കൊളോണിയൽ ആധിപത്യ രീതികളുടെ പ്രശ്നങ്ങൾ. അത് മാറ്റാതെ ആ ബന്ധം ഊഷ്മളമാവുകയില്ലായിരുന്നു. പോർച്ചുഗീസുകാരുടെ ആഗമനം കേരളത്തിൽ വലിയ സാംസ്കാരിക മാറ്റങ്ങൾക്ക് കാരണമാക്കിയ ഒരു സംഭവമാണ്. മറ്റ് വിദേശ ശക്തികളിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിൻ്റെ മതനിരപേക്ഷ സമൂഹത്തിൻ്റെ നിലനിൽപ്പിൽ അവരൊട്ടും തൃപ്തരായിരുന്നില്ല. കേരളത്തിലെ മാർത്തോമാ ക്രിസ്ത്യാനികളുടെ സംസ്കാരത്തിലും ആചാരരീതികളിലും വലിയ പരിവർത്തനങ്ങൾക്ക് കാരണമാവുകയും കേരളീയ ക്രൈസ്തവ സഭയെ വിഭജിക്കുകയും ചെയ്ത ഉദയംപേരൂർ സുനകദോസ് ഇതിനൊക്കെ ഉത്തമ ഉദാഹരണമാണ്. പോർച്ചുഗീസ് പടയോട്ടങ്ങൾ പലപ്പോഴും കേരളത്തിലെ ചില ക്ഷേത്രങ്ങളുടെ കൊള്ളയടിക്കലിനും തകർക്കലിനും ചെന്നെത്തി നിൽക്കുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഈ സമയത്ത് കൊച്ചിയിലും ചില ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുകയും ക്ഷേത്രമുതലുകളിൽ നാശനഷ്ടമുണ്ടാക്കുകയും ചെയ്തു. ഈ ചെയ്തികൾ പലപ്പോഴും കോഴിക്കോട് സാമൂതിരിയിൽ നിന്നും കനത്ത എതിർപ്പ് നേരിടേണ്ടി വന്ന പോർച്ചുഗീസുകാർക്ക് വലിയ തിരിച്ചടിയായി തീർന്നു. സാമൂതിരിയുമായി കനത്ത ശത്രുതയിലുണ്ടായിരുന്ന കൊച്ചി രാജാവിനെ പ്രീതിപ്പെടുത്തുക എന്നത് കേരളത്തിലെ അവരുടെ നിലനിൽപ്പിനും വ്യാപാര വാണിജ്യ ആവശ്യത്തിനും അത്യന്താപേക്ഷിതമായി വേണ്ടിവന്നു. കൊച്ചി രാജാവിൻ്റെ അധീനതയിലായിരുന്ന ക്ഷേത്രമടക്കമുള്ള വസ്തുവകകളുടെ നാശത്തിനും കൊള്ളയടിക്കലിനും രാജാവിനുണ്ടായ അനിഷ്ടം തീർക്കുക എന്നതായി പോർച്ചുഗീസുകാരുടെ അടുത്ത ശ്രമം. അതിനായി 1537 മുതൽ 65 വരെ ഉള്ള കാലഘട്ടത്തിൽ കൊച്ചി രാജാവായ വീരകേരളവർമ്മയ്ക്ക് ഒരു കൊട്ടാരം പണിതു കൊടുക്കുവാൻ പോർച്ചുഗീസുകാർ തീരുമാനിച്ചു. അങ്ങനെ മട്ടാഞ്ചേരി കൊട്ടാരം നിർമ്മിക്കപ്പെട്ടു. ഈ സമ്മാനം ഒരു സൗഹൃദ ചിഹ്നം മാത്രമല്ലായിരുന്നു, കൊച്ചിയിലെ വ്യാപാരത്തിനും നിലനിൽപ്പിനുമുള്ള പോർച്ചുഗീസുകാരുടെ രാഷ്ട്രീയ നീക്കവുമായിരുന്നു. ക്ഷേത്രത്തിൻ്റെ കൊള്ളയടിക്കലിനും നശിപ്പിക്കലിനും പകരമായി നിർമ്മിച്ചു കൊടുത്ത കൊട്ടാരമായതിനാലാവണം ക്ഷേത്രങ്ങളിൽ കാണുന്ന കൊത്തുപണികളും ചിത്രപ്പണികളും ഈ കൊട്ടാരത്തിൻ്റെ അകത്തളങ്ങളിൽ നിരവധിയായി കാണാൻ സാധിക്കും. കൊട്ടാരത്തിൻ്റെ നിർമ്മാണ ശൈലി കേരളത്തിൻ്റെ പാരമ്പര്യ വാസ്തുവിദ്യയുടെ മികച്ച ഉദാഹരണമാണ്. പോർച്ചുഗീസുകാരാണ് നിർമ്മിച്ചതെങ്കിലും കൊട്ടാരത്തിൻ്റെ വാസ്തുവിദ്യയിൽ കേരളീയമായ ശൈലി പിന്തുടരുവാനാണ് അവർ എല്ലായ്പ്പോഴും ശ്രമിച്ചത്. എന്നാൽ യൂറോപ്യൻ അംശങ്ങളും ഇവയിൽ നമുക്ക് കാണാൻ സാധിക്കും. നാലുകെട്ട് ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ കൊട്ടാരത്തിൽ നിരവധിയായ ചുവർച്ചിത്രങ്ങളുമുണ്ട്. കേരളീയ ക്ഷേത്രകലയുടെ ശക്തമായ സ്വാധീനം ഈ കൊട്ടാരത്തിൻ്റെ അകത്തളങ്ങളിലെല്ലായിടങ്ങളിലും കാണാൻ സാധിക്കും. കേരളത്തിൻ്റെ കാലാവസ്ഥയനുസരിച്ചാണ് കൊട്ടാരം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തന്നെ. കേരളത്തിലെ ഈ മികച്ച ചുവർച്ചിത്രങ്ങളിൽ രാമായണം, മഹാഭാരതം, ഭാഗവതം തുടങ്ങിയ ഇതിഹാസങ്ങളുടെ പശ്ചാത്തലം നമുക്ക് കാണാൻ സാധിക്കും. കൊച്ചിയിലെ പാലസ് റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ കൊട്ടാരം നൂറ്റാണ്ടുകളിലൂടെ കടന്നുപോയ രാഷ്ട്രീയ മാറ്റങ്ങൾക്കും സാംസ്കാരിക ഇടപെടലുകൾക്കും പിന്നെയും സാക്ഷിയായി. 1663 ഡച്ചുകാർ കൊച്ചി പിടിച്ചടക്കുകയും മട്ടാഞ്ചേരി കൊട്ടാരം കൈവശപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ അവർ ഈ കൊട്ടാരത്തിൽ ചില അറ്റകുറ്റപ്പണികളും പുതുക്കലുകളും നടത്തുകയുണ്ടായി. പിന്നീടാണ് ഈ കൊട്ടാരം ഡച്ച് പാലസ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. പക്ഷേ ഡച്ചുകാർ കൊട്ടാരം പുതുക്കിയപ്പോൾ വാസ്തുവിദ്യയിൽ നിലനിന്നിരുന്ന കേരളീയ ശൈലിയിൽ അധികമൊന്നും മാറ്റം കൊണ്ടുവന്നില്ല.
പിന്നീട് ഹൈദരാലിയുടെ പടയോട്ടക്കാലത്ത് ഈ പ്രദേശം കീഴടക്കുകയും കൊട്ടാരം തൻ്റെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു. എന്നാൽ ആ സ്വാധീനം അധികം നാൾ നീണ്ടുനിന്നില്ല. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഹൈദരാലിയെ പരാജയപ്പെടുത്തി ഈ പ്രദേശം സ്വന്തമാക്കുകയും ഡച്ച് കൊട്ടാരം കൈവശപ്പെടുത്തുകയും ചെയ്തു. ഇതിനെല്ലാം ഇടയിൽ കൊച്ചി രാജാക്കന്മാർ കാലാകാലങ്ങളിൽ ഈ കൊട്ടാരത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്തു പോന്നു. പലപ്പോഴും രാജാക്കന്മാരുടെ ഭരണകാര്യങ്ങളും ചടങ്ങുകളും ഇവിടെ നിന്നാണ് നടത്തിപ്പോന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം 1951 ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സംരക്ഷിത സ്മാരകമായി ഈ കൊട്ടാരം മാറ്റപ്പെട്ടു. ആർക്കിയോളജിക്കൽ സർവേയുടെ കീഴിൽ 2007 മുതൽ 2009 വരെ നടത്തിയ രണ്ടാം പുനരുദ്ധാരണത്തിന് ശേഷം ഇന്ന് ഡച്ച് പാലസ് സന്ദർശകർക്കായി തുറന്നു കൊടുക്കപ്പെട്ടിരിക്കുകയാണ്. സാമ്രാജ്യങ്ങളെ അതിജീവിച്ച ഈ നിർമ്മിതി നമ്മളിൽ എത്ര ആളുകൾ നേരിട്ട് കണ്ടിട്ടുണ്ട്? നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന ഈ കൊട്ടാരം നിങ്ങളുടെ നാട്ടിൽ നിന്നും എത്ര കിലോമീറ്റർ ദൂരെയാണ്?